ലോകത്തിലെ തന്നെ കൊള്ളരുതാത്തവരെന്ന് അറിയപ്പെടുന്ന കുറേ എണ്ണത്തിനെ ന്യായീകരിച്ചുകൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഒരു തെറ്റായ ഐഡിയോളജിയുടെ പിന്തുണയ്ക്കാൻ നടക്കുന്ന കുറേ എണ്ണത്തിനെ പുറത്ത് കാണുകയും അത് വിളിച്ചു പറഞ്ഞു എന്നുള്ള ഒരു കാര്യം കൊണ്ട് പി സി ജോർജിനെ അകത്താക്കുകയും ചെയ്യും. അല്ല, ഞാൻ അറിയാത്തോണ്ട് ചോദിക്കാം. ഈ പറഞ്ഞ പബ്ലിക് ക്ലോസറ്റ് ആയിട്ടുള്ള PC ചെറ്റ പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അത് അങ്ങനെയാണ് എന്ന് പറയുന്നില്ല. ഇവനെ പോലത്തെ വാണങ്ങളെ അറസ്റ്റ് ചെയ്യാനൊന്നും ആരുമില്ലേ? കാരണം PC പോലും ഇവിടെ ആരും ഉണക്കുന്നില്ല, അറസ്റ്റ് ചെയ്യുന്നില്ല. ഇവനെ പോലത്തെ പരമനാറികളൊക്കെ ചർച്ചയിൽ കൊണ്ടിരുത്തിയ ചാനലിനെ വേണം പറയാൻ വേണ്ടിയിട്ട്. അല്ലെ നിങ്ങൾ പറ, എന്ത് മര ഊളത്തരാടാ ഈ വാണൊക്കെ ചെലച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ പൂഞ്ഞാറ്റിലെ പുന്നാരമോൻ ഇനി നാട്ടിലിറങ്ങി നടക്കണ്ടെന്ന് നമ്മുടെ ഹൈക്കോടതിന് ഒരു തോന്നൽ വന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വിധി വന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലെ കേരള പോലീസിന് ഇതുവരെ ആ ഒരു ചിന്ത വന്നിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് പടച്ച തമ്പുരാനല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണെങ്കിലും നമ്മുടെ ഈ പറഞ്ഞ പബ്ലിക് ക്ലോസറ്റ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അവൻ്റെ ക്ലോസറ്റും മലത്തി പൂഞ്ഞാറ്റിലും ഈ പറഞ്ഞ കേരളത്തിലും നടന്ന് ബാക്കിയുള്ള മതവിഭാഗത്തിനെ കുറ്റം പറഞ്ഞ് അവനെ കൊണയ്ക്കണ്ട എന്നുള്ളത് ഹൈക്കോടതിയിൽ വളരെ വ്യക്തമായിട്ട് അവൻ്റെ അണ്ണാക്കിലേക്ക് തീട്ടം തള്ളുന്ന പോലെ തള്ളിയിട്ടിട്ട് അപ്പം ഇത്രയും കാലം ഈ പൂഞ്ഞാറ്റിലെ പുന്നാരമോൻ ഇത്രയും ചെറ്റത്തരം അവൻ്റെ വായിക്കൂടെ പറഞ്ഞിട്ടും കേസ് വന്നിട്ടും നമ്മുടെ പോലീസ് കേസൊക്കെ എടുത്തു, അറസ്റ്റ് ചെയ്തിട്ടില്ല. അവൻ പോട്ടെ, പുള്ളി ഹൈക്കോടതി പോട്ടെ, അറസ്റ്റ് വാറണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹൈക്കോടതി പോട്ടെ, മുൻകൂർ ജാമ്യം എടുക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ കേരള പോലീസ് വളരെ വ്യക്തവും ശക്തവുമായിട്ട് വെയിറ്റ് ചെയ്ത് നിന്ന് നോക്കി. കേരള ഹൈക്കോടതിയിൽ നിന്ന് ഈ പറഞ്ഞ പുന്നാര മോനെ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അറസ്റ്റ് ചെയ്യണ്ടല്ലോ, ഈ പറഞ്ഞ എന്തെങ്കിലും ചെറ്റത്തരം പറഞ്ഞ് ജീവിച്ചോട്ടെ എന്നാണ് നമ്മുടെ കേരള പോലീസിൻ്റെ ഒരു വെപ്പ്. എന്താണെങ്കിലും കോടതിക്ക് ബോധം വിവരമൊക്കെ ഉള്ളത് കൊണ്ട് അവൻ്റെ അണ്ണാക്കിലേക്കും, സത്യം പറയാൻ നമ്മുടെ പിണറായി സർക്കാരിൻ്റെ പോലീസിൻ്റെ അണ്ണാക്കിലേക്കും കൂടാണ് നമ്മുടെ കോടതി നടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇതുകൊണ്ടും നമ്മുടെ കേരള പോലീസ് തളരും എന്നെനിക്ക് തോന്നുന്നില്ല, നമ്മുടെ പിണറായി സർക്കാരും തളരും എനിക്ക് തോന്നുന്നില്ല. ഇനിയും അടുത്തൊരു കോടതിയും കൂടെ ഉണ്ടല്ലേ, സുപ്രീം കോർട്ട്. ഇനി ഇപ്പറഞ്ഞ പുന്നാരമോൻ അങ്ങോട്ട് അപ്പീലുമായിട്ട് പോയിട്ടില്ലെങ്കിലും നമ്മുടെ സർക്കാർ ഈ പറഞ്ഞ പുന്നാരമോനെ രക്ഷിക്കണേ എന്നും പറഞ്ഞ് അപ്പീലുമായിട്ട് പോകുമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ എനിക്കുള്ളൊരു തോന്നൽ. കാരണം നമ്മൾ നാട്ടിൽ എന്താ പറയുക, ഹണി റോസിൻ്റെ ഇത് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് അത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ബോച്ചാനെ വിത്തിൻ സെക്കൻഡ്സിൽ എടുത്ത് പൊക്കിക്കൊണ്ടുപോയത്. ഒരു കേരള രാജ്യത്ത് മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിങ്ങൾ മൊത്തം അവൻ പറഞ്ഞ ഡയലോഗ് ഞാൻ പറയുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാം. അത്രയും വലിയൊരു ചെറ്റത്തരം പറഞ്ഞ് പാകിസ്ഥാനിലേക്ക് ഓർഡറ ഊളെ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പരമനാറിനെ ഇത്രയും കാലങ്ങളായിട്ടും അറസ്റ്റ് ചെയ്യാണ്ട് ഇങ്ങനെ തൂക്കിപ്പിടിച്ച് നടക്കുന്നത് എന്തിൻ്റെ ബലത്തിലാണ്? ആരുടെ സാധനം താങ്ങാനാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത്രയും ചെറ്റത്തരം പറഞ്ഞ് ഹൈക്കോടതി വരെ ഇങ്ങനെ വിധി കഴിഞ്ഞ ദിവസം പറയണ്ടായി. അപ്പോൾ അതിൻ്റെ മുമ്പ് ഈ കേസിൻ്റെ ഗുരുതരാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് പോലും ഇവനെ താങ്ങി നടക്കുന്ന, ഈ പരമനാറിനെ താങ്ങി നടക്കുന്ന എന്ത് പോലീസുകാരാണ് നമ്മുടെ നാട്ടിലുള്ളത്? അല്ല, അറിയത്തോണ്ട് ചോദിക്കുക. ഇവനെപ്പോലത്തെ ഒരു പരമനാറിനെ ഇപ്പോഴും എന്തിനാണ് നമ്മുടെ പോലീസുകാർ താങ്ങുന്നത്? നമ്മുടെ നാട് CJP ഭരിക്കുന്നതുകൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഒന്നും പറയാനില്ല. നമ്മുടെ കേരളം ഭരിക്കുന്ന CJP ആണെങ്കിൽ ഈ പറഞ്ഞ ഇവനല്ല, ഇവനേക്കാൾ വലിയ പരമനാറികളൊക്കെ താങ്ങിക്കൊണ്ട് നടക്കും. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവൻ്റെ കേസ് ബാധിച്ചത് ഞാൻ അറിഞ്ഞിടത്തോളം നമ്മുടെ ഈ ഐറ്റത്തിൻ്റെ വക്കീലാണ്, അല്ലെങ്കിൽ ഈ ഐറ്റത്തിൻ്റെ കൂട്ടരാണ് എന്നാണ് നമ്മൾ അറിയാനുള്ള ഇടയുണ്ടായിട്ടുള്ളത്. അപ്പം ഇവൻ്റെ കണ്ണാക്കിലേക്കാണ് നമ്മുടെ ഹൈക്കോടതി തള്ളിക്കൊടുത്തിട്ടുള്ളത്. എന്താണെങ്കിലും ഇങ്ങനത്തെ ഒരു കൂട്ടം പരമനാറി സംഖ്യകൾക്കുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഉത്തരവ് തന്നെ നമ്മുടെ ഹൈക്കോടതി വിധിച്ചെങ്കിലും നമ്മുടെ പിണറായി സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ പിണറായിയുടെ കോടതിയിൽ ഈ പരമനാറി ഇപ്പോഴും പുണ്യാളനായിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവനെതിരെ കേസ് ഉണ്ടാവുമോ അല്ലെങ്കിൽ ഇവനെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടി വരും. അതല്ല എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടോ. ഇന്ന് മീഡിയ വണ്ണിൻ്റെ ഒരു ഇത് കാണുന്നുണ്ടായി, ഒരു എന്താ പറയുക, ഒരു സംവാദം. അതിൽ മുസ്ലിം ലീഗിൻ്റെ ഒരാളുണ്ട്, കോൺഗ്രസിൻ്റെ ഒരാളുണ്ട്. BJPക്കാർക്ക് വന്നിട്ട് ഇവരെ താങ്ങാൻ, നമ്മുടെ അതായത് പൂഞ്ഞാറ്റിലെ പുന്നാര മോനെ താങ്ങാൻ വലിയ ശക്തി ഇല്ലാത്തതുകൊണ്ട് അവരാരും വന്നില്ല. പിന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറയുന്ന ഒരു വരമസംഖി, അങ്ങനത്തെ ഒരു മരസംഖി ഈ പറഞ്ഞ ചർച്ചയിൽ വന്നിട്ടുണ്ടായിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, അവനെ അറിയപ്പെടുന്നത് ക്രിസ്ത്യൻ കൗൺസിൽ അംഗം എന്നൊക്കെയാണുള്ളത്. എന്താണെങ്കിലും ഈ പറഞ്ഞ നാറി ഇന്ന് അവനെ, അതായത് നമ്മുടെ PC എന്ന് പറഞ്ഞ പബ്ലിക് ക്ലോസറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവൻ കിടന്ന് കുരയ്ക്കുന്നുണ്ട്.
ചാനലിൽ കിടന്നിട്ട് ഒന്ന് കണ്ടു നോക്കുങ്ങൾ. അപ്പോൾ ജാമിദ ടീച്ചറെ തൊടാൻ മടിക്കുന്ന പോലീസ് പി സി ജോർജിനെ തൊടാൻ മടിക്കുന്നു എന്നുള്ളതാണ്. കെന്നഡി കരിമ്പങ്കാല, ഇവിടെ പി സി ജോർജിനെ പിന്തുണച്ച് ആരും BJP-കാർ പോലും ഇല്ല. ഇന്ന് ഈ ചർച്ചയിൽ പോലും BJP വക്താക്കൾ പങ്കെടുക്കുന്നില്ല എന്നാണ് തീരുമാനിച്ചത്. കാരണം അവർക്ക് പി സി ജോർജിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത്തരം സാഹചര്യത്തിൽ എന്ത് പ്രിവിലേജാണ് പി സി ജോർജിന് ലഭിക്കുന്നത്? അജിംസെ, ഞാൻ കുറച്ചു നേരമായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ അജിംസ് മാക്സിമം CPM-ന്റെ പ്രതിനിധിയായി വന്നിരിക്കുന്ന ശ്രീ റെജി ലൂക്കോസിനെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതും CPM-നെതിരെ പറയുന്നതും ഒക്കെ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അജിംസിന് ഇപ്പോൾ എന്താ വേണ്ടേ? അജിംസിന് വേണ്ടത് ഈ നാട്ടിലെ, ഈ ലോകത്തിലെ തന്നെ കൊള്ളരുതാത്തവരെന്ന് അറിയപ്പെടുന്ന കുറേ എണ്ണത്തിനെ ന്യായീകരിച്ചുകൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ ഒരു തെറ്റായ ഐഡിയോളജിയുടെ പിന്തുണയ്ക്കാൻ നടക്കുന്ന കുറേ എണ്ണത്തിനെ പുറത്ത് കാണുകയും അത് വിളിച്ചു പറഞ്ഞു എന്നുള്ള ഒരു കാര്യം കൊണ്ട് പി സി ജോർജിനെ അകത്താക്കുകയും ചെയ്യും. അങ്ങിപ്പോൾ പറയുന്നതിൽ ക്ലാരിറ്റി വേണം. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അത് അങ്ങയോട് മുൻകൂറായി പറയാനുള്ളതാണ്. ഇതൊരു ടെലിവിഷനാണ്. ഈ ടെലിവിഷൻ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ സ്റ്റാൻഡേർഡ് അതോറിറ്റിയുടെ കീഴിൽ വരുന്നൊരു സ്ഥാപനമാണ്. അങ്ങ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ, നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ പരിധിയിൽ വരാതെ അങ്ങ് സൂക്ഷിച്ചാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ എനിക്കെതിരെയും കേസ് വരും. ഇനി അങ്ങ് തുടരും പ്ലീസ്. തീർച്ചയായിട്ടും ഞാൻ പരിധി നിർത്തി തന്നെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ പരിധി നിർത്തി സംസാരിക്കുമ്പോൾ ആ വാക്കുകൾ ലേശം കടുത്തുപോയാൽ ആ വ്യക്തികളുടെ പ്രവൃത്തിയോളം വരുന്നില്ല. ഇപ്പൊ പി സി ജോർജിനെ താങ്കൾ അകത്താക്കി കാണാൻ, അല്ലെ അഴിക്കുള്ളിലായി കാണാൻ അങ്ങ് ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വന്ന, അതായത് ഒരു പൂഞ്ഞാറുകാരന്റെ ഭാഷയിൽ പറഞ്ഞു ഗ്രാമറിക്കൽ എറേഴ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന, അതല്ലെങ്കിൽ ഒരു പൂഞ്ഞാറുകാരന്റെ ഭാഷാ വൈകല്യം, അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇതിനകത്ത് പറയാനായിട്ട് വലിയ നീട്ടിപ്പിടിച്ച് പറയാനില്ല. എന്നാൽ അദ്ദേഹം ഓരോ തവണയും, ഈ പി സി ജോർജ് ഓരോ തവണയും, ഇപ്പൊ കോടതിയെ ഞാൻ വിമർശിക്കാനില്ല, കോടതി ഉത്തരവിനെ അങ്ങനെ അതിലെന്താണ് ഗ്രാമർ മിസ്റ്റേക്ക് ഉള്ളത്? ശ്രീ കെന്നഡി കരിമ്പങ്കാല, പി സി ജോർജ് ഗ്രാമർ അറിയില്ല എന്ന് പറഞ്ഞത് അധിക്ഷേപിക്കരുത്. അദ്ദേഹം നല്ല പച്ച മലയാളത്തിൽ ശുദ്ധമായി തന്നെയാണ് പറഞ്ഞത്, പാകിസ്ഥാനി പോടാതെ. ഞാൻ പറയട്ടെ, ആ പറഞ്ഞതിന്റെ ആ ബാക്കി കൂടി എന്താണ് അജിംസ് പറയാത്തത്? ഏതർത്ഥത്തിലാണ് പറഞ്ഞത്? രാജ്യദ്രോഹികളെ, രാജ്യത്തിന് വേണ്ടി സംസാരിക്കാത്തവരെ, ആരായി രാജ്യദ്രോഹികൾ അദ്ദേഹം വിളിച്ചത്? ആരെയാണ് രാജ്യദ്രോഹികൾ എന്ന് അദ്ദേഹം വിളിച്ചത്? അത് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആരാണോ രാജ്യദ്രോഹികൾ? അങ്ങനെയല്ല. ആരാണോ രാജ്യദ്രോഹികൾ എന്നല്ല, ഇവന്മാരൊക്കെ രാജ്യദ്രോഹികളാണ്, ഇവന്മാരൊക്കെ തീവ്രവാദികളാണ്. ഞാൻ ഇവന്മാർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ തന്നെ പച്ചയ്ക്കാ പറഞ്ഞത്. അതിലൊരു ക്ലാരിറ്റി കുറവും പി സി ജോർജിന് ഉണ്ടായില്ല. അദ്ദേഹം പിന്നീട് മാപ്പ് പറയുകയും ചെയ്തു. ഗ്രാമർ മിസ്റ്റേക്ക് ആണ്. പിന്നെ മാപ്പിന്റെ കാര്യം എന്താണ് ശ്രീ കെന്നഡി? ഞാൻ പറയാം. ഇപ്പോൾ അജിംസിന്റെ സംസാരം മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ശ്രീ ഷാഫി പറയുന്നത് പോലെ തന്നെയാണ് അജിംസും സംസാരിക്കുന്നത്. ഗോവിന്ദ മാഷിനെ എതിർക്കുക, ബഹുമാനപ്പെട്ട ഞാൻ എന്റെ ചർച്ചയിൽ എവിടെയും ഗോവിന്ദ മാഷിനെയോ അദ്ദേഹത്തിന്റെ പാർട്ടി കാര്യത്തിൽ എതിർത്തിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യം, ഒരു പ്രാവശ്യം ഇതേ വിദ്വേഷ പ്രസംഗം നടത്തിയ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത LDF സർക്കാരിന്, പിണറായി വിജയന് ഇപ്പോൾ ആ തന്റെ ഇടമില്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന് റെജി ലൂക്കോസിന്റെ വാക്കുകൾ കടമെടുത്ത് തിരിച്ചു ചോദിക്കുക മാത്രമേ ചെയ്തുള്ളൂ. എനിക്കിതിൽ ആരുടെ എതിർപ്പോ വിദ്വേഷമൊന്നുമില്ല. അതേ നാക്കുകൊണ്ട് അതേ സന്ദർഭത്തിൽ തന്നെ ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് അജിംസോ ഷാഫിയോ ഈ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച ഹറാം ഭർത്താവന്മാരുടെ ഫോട്ടോ, ഈ ലോക കുറ്റവാളികളെ, കൊടും ക്രൂരത കാണിക്കുന്ന ക്രിമിനലുകളെ, ഹറാം പറഞ്ഞവർ നിങ്ങൾ പറയുന്നത്? ആരെ കുറിച്ചാണ് നിങ്ങൾ ഹറാം പറഞ്ഞവർ എന്ന് പറയുന്നത്? ആനപ്പുറത്ത് എഴുന്നള്ളിച്ച ആരുടെ ഫോട്ടോയാണെന്ന് അജിംസ് ആരുടെ ലോക കുറ്റവാളികളല്ലേ? ആരെ പറയുന്നത്? ആരെ കുറിച്ചാണ് പറയുന്നത്? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഒളിഞ്ഞു തന്നെ അല്ല, നിങ്ങൾ കാര്യമായിട്ട് പറയൂ. ആരെ കുറിച്ചാണ് നിങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളി ഹറാം പറഞ്ഞവർ നിങ്ങൾ പറയുന്നത്? ആരെ കുറിച്ചാണ്? കണ്ണടച്ചോളൂ. ആരെ കുറിച്ചാണ്? ആരെ കുറിച്ചാണെന്നൊരു മാധ്യമ പ്രവർത്തനം ഞാൻ പഠിപ്പിക്കണോ? എനിക്കറിയില്ല. ആനപ്പുറത്താരെങ്കിലും എഴുന്നള്ളിയതായിട്ട് എനിക്കറിയില്ല. ആനപ്പുറത്താരെങ്കിലും എഴുന്നള്ളിയതായിട്ട് എനിക്കറിയില്ല. വെറുതെ പറഞ്ഞു പോലെ. നിങ്ങൾ ആരെ കുറിച്ചാണെന്ന് പറയാം. അറിയില്ല എന്ന് പറയുന്നത് അറിയില്ല. ആനപ്പുറത്ത് എഴുന്നള്ളി ആരാന്ന് എനിക്കറിയില്ല. എനിക്കറിയില്ല. നിങ്ങൾ പറയൂ. അജിംസ് പറയുന്ന കളവ്, അജിംസ് പറയുന്ന കളവ് ഈ ലോകം കാണുന്നു. ഞാൻ ആനപ്പുറത്ത് എഴുന്നള്ളുന്നത് കണ്ടത് തൃശ്ശൂർ പൂരത്തിന് ഇടമ്പ് എഴുന്നള്ളിക്കുന്നത് കണ്ടല്ല. ആനപ്പുറത്ത് എഴുന്നള്ളിയെന്ന് പറയുന്നത് നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ എതിർത്തോ? ആരെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? ഹമാസിന്റെ നേതാവിനെ, IS-ന്റെ നേതാക്കളെ, ലോകത്തെ ഹമാസിന്റെ നേതാവിനെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് പറയൂ. ആരെ കുറിച്ചാണ് പറയുന്നത്? പറയൂ. നിങ്ങൾ വില്ലയോ? ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് നിങ്ങൾ എന്താ പറയുന്നത്? ആരെ എഴുന്നള്ളിച്ചെന്നാണ് പറയുന്നത്? കണ്ണടച്ചു. ഷാഫി കണ്ടില്ല, അജിംസും കണ്ടില്ല. ആരെ എഴുന്നള്ളിച്ചു എന്നാ പറയുന്നത്? ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്? നെഞ്ചത്ത് കൈവച്ച് മാധ്യമപ്രവർത്തനം നടത്ത്. ഈ നാട്ടിൽ കേരളത്തിന്റെ മുന്നിൽ, കേരളീയരുടെ മുന്നിൽ നടക്കില്ല. നിങ്ങൾ നിങ്ങൾ ഒരിക്കലും കരുതണ്ട. ഒരു ജോർജ് പോയാൽ എഴുതി വെച്ചോ,
എഴുതി വെച്ചു അജിംസേ. ജോർജിന് പറയുന്ന കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ട്. നിങ്ങൾക്ക് അതുകൊണ്ടല്ലോ കെന്നഡി കരിമ്പങ്കാല. ജോർജിന് പറയുന്ന കാര്യത്തിൽ അദ്ദേഹം പറയുന്ന കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ട്. നിങ്ങൾ ക്ലാരിറ്റി നിങ്ങൾ പറയുക, എന്താ നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്ന ഇത് പറയൂ. വളരെ കൃത്യമായ ഒരു മാധ്യമ പ്രവർത്തനെ ഞാൻ തറാപറ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അല്ല, എന്തിനെ കുറിച്ച് ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന ആരെ കുറിച്ചാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പറയുന്നത് ആനപ്പുറത്ത് എഴുന്നള്ളിച്ചു എന്ന് പറയുന്നത് ആരെയാണ് എഴുന്നള്ളിച്ചത്? ഇല്ല, എനിക്കറിയില്ല. ആരുടെ ഫോട്ടോയാണ് എഴുന്നള്ളിച്ചത്? അജിംസ് പറയൂ. എനിക്കറിയില്ല ആരുടെ ഫോട്ടോയാണ് ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത്. എനിക്കറിയില്ല. എങ്ങനെ പറയാ? ലോകം കേൾക്കുന്നു. ഹമാസിന്റെ നേതാക്കളെ, ഇസ്ലാം ഹനിയെ, ഈ ലോകത്തെ ക്രിമിനലുകളുടെ ഫോട്ടോ എഴുന്നള്ളിച്ചത് അജിംസ് കണ്ടില്ല. ഹമാസിന്റെ നേതാക്കളുടെ ഫോട്ടോ ഇവിടെ പ്രദർശിപ്പിക്കുന്നത് കുറ്റകരമല്ല. ഹമാസ് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ഭീകര സംഘടനയല്ല. ഇന്ത്യ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ഒരു സംഘടനയല്ല. അതുകൊണ്ട് അത് ഒരു ക്രിമിനൽ കുറ്റമല്ല. അങ്ങനെ കേസെടുക്കേണ്ടതാണ്. അങ്ങനെ ഒരു ക്രിമിനൽ കുറ്റമല്ല ഇത്. നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞല്ലോ, വെറും മാസങ്ങൾ പ്രായമുള്ള കുഞ്ഞിന്റെ ശരീരം ആണിയടിച്ച് പെട്ടിക്കകത്ത് കൈമാറിയവന്മാരെ പിന്തുണയ്ക്കരുത്. അത് വേറൊരു വിഷയമാണ്. നിങ്ങൾ പറയുന്നത് എന്താണ്? ഇതും പി സി ജോർജ് പറഞ്ഞത് തമ്മിൽ എന്താ ബന്ധം? പി സി ജോർജ് എന്താ പറഞ്ഞത്? അവന്മാരെയൊക്കെ പാകിസ്ഥാനിലേക്ക് വിടണം, ഉമാരൊക്കെ അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം വളരെ ക്ലാരിറ്റിയോടെ പറഞ്ഞത്. അങ്ങനെ ഹമാസിന്റെ കാര്യമോ IS-ന്റെ കാര്യമോ ആണിയടിച്ച കാര്യമോ ആനപ്പുറത്ത് കയറിയ കാര്യമോ ഒന്നല്ല പറഞ്ഞത്. വളരെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞത് അദ്ദേഹം അതിന് മാപ്പ് പറയുകയും ചെയ്തു. അജിംസേ, അത്തരക്കാരെ പിന്തുണയ്ക്കുന്നവരെ പിന്നെ എങ്ങനെ വിളിക്കണം? ഇവരെല്ലാവരും ഇങ്ങനെയാണ് എന്നാണ് പറഞ്ഞത്. ഒരാളെ പോലും ഒഴിവാക്കിയില്ല. ആരും ഒഴിവാക്കിയില്ല. ഷാനവാസ് ഹുസൈൻ ഒഴിവാക്കിയില്ല. അബ്ദുള്ള കുട്ടി ഒഴിവാക്കിയില്ല. ആരും ഒഴിവാക്കിയില്ല. നേരിടേണ്ട രീതിയിൽ നേരിടും. ആരെ നേരിടുന്ന നിങ്ങൾ പറയുന്നത്? ആരെ നേരിടുമെന്നാണ് കെന്നഡി കരിമ്പങ്കാല പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് എല്ലാവരെയും കുറിച്ചാണ്. AP അബ്ദുള്ള കുട്ടിയെ കുറിച്ചാണ് പറഞ്ഞത്. ഷാനവാസ് ഹുസൈനെ കുറിച്ചാണ് പറഞ്ഞത്. മുക്താർ അബ്ബാസ് നദ്വിയെ കുറിച്ചാണ് പറഞ്ഞത്. ആരും ഒഴിവാക്കിയിട്ടുണ്ട് അദ്ദേഹം. ലോകം മുഴുവൻ കേട്ടു. ഏത് കളവ്? അജിംസിന് സത്യസന്ധതയില്ല എന്ന് ലോകം കേട്ടു. ആയിക്കോട്ടെ, അതല്ല പ്രശ്നം. നിങ്ങൾ ഈ പി സി ജോർജ് പറഞ്ഞ പോയിന്റിനെ കുറിച്ച് പറ. പി സി ജോർജ് പറഞ്ഞ എങ്ങനെയുണ്ട്? ഇവരെ പോലത്തെ കാവ എന്താ പറയുക ഡാഷുകളൊക്കെ ഇങ്ങനൊരു ചർച്ചയിൽ കൊണ്ട് ഇരുത്താതിരിക്കുക. അവൻ പറഞ്ഞ എന്താന്ന് പോലും അവനറിയില്ല. സംഗീതരവും ചാണകവും തലയിൽ കയറിയിട്ട് ഇങ്ങനത്തെ എന്താണോ പറയുന്നില്ല, എന്ത് പറയാനല്ലോ ഇതൊക്കെ. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ പബ്ലിക് ക്ലോസറ്റിനെ അറസ്റ്റ് ചെയ്യുമോ അറസ്റ്റ് ചെയ്യില്ല എന്നൊക്കെ നമുക്ക് ഇന്ന് കാണാം. കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം അല്ലേ? നോക്കാം എന്ത് നടക്കുന്നുള്ളത്.